ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ത്രികോണ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് കമറുദ്ദീൻ, പാർവതി, അറോറ എന്നിവർ തമ്മിലാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ ആരുമില്ല. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നവരാണ്. പക്ഷേ ഇപ്പം അനുഭവിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അറോറയാണ്. തുഷാർ പോയപ്പോൾ ഒരു കംഫർട്ട് കൊടുത്തിരുന്ന ആളായിരുന്നു കമറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പം അറോറ പറയുന്നുണ്ട് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇനി വേണ്ട എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അറോറയ്ക്ക് കമറുദ്ദീനോട് ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ഹൗസിൽ നിൽക്കുമ്പം ഒരു കംഫർട്ട് സോൺ വേണം. അത് ശരിക്കും പറഞ്ഞാൽ കമറുദ്ദീനായിരുന്നു. പക്ഷേ ഇനി അത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അറോറയ്ക്ക് പ്രശ്നമായി മാറും എന്ന് പറഞ്ഞിട്ട് അറോറ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് തുഷാറിൻ്റെ ഫോട്ടോയൊക്കെ നോക്കിപ്പോയി കരയുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ പാറുവിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. പാറുവിന് കമറുദ്ദീനോട് എന്തോ ഉണ്ട്. സോ അത് അവർ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അറോറ പറയുന്നു ഇത് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ഒരു ചതി പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ഞാൻ മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പോൾ അറോറ മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധം അവസാനിക്കാൻ നിൽക്കുമ്പോൾ വേറൊരു യുദ്ധം കോപ്പ് കൂട്ടുന്നുണ്ട്. FJയും ആതിരയും വിയാനയും തമ്മിൽ. ഇവരിൽ 3 പേരിൽ ആരാണ് ഏറ്റവും വലിയ കൾപ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും FJ ആണ് എന്ന്. FJ അത്ര എക്സ്പ്രസീവ് അല്ല. ഈവൻ ആതിര ആയിക്കോട്ടെ വിയാന ആയിക്കോട്ടെ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ഇയാളായിട്ട് സ്നേഹത്തിലാണോ അല്ലയോ എന്ന്. ഈവൻ ആതിര പുറത്തിറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FJ ഒരു സ്ഥലത്ത് പറഞ്ഞു ഇവളെൻ്റെ ഫ്രണ്ടാണ് എന്ന്, ഒരു സ്ഥലത്ത് പറയുന്നു, അതായത് പ്രത്യേകിച്ച് വിയാനോട് പറയുന്നു ആതിരയ്ക്ക് എന്നോട് എന്തോ ഉണ്ടായിരുന്നത് പോലെയാണ് തോന്നിയത് എന്നൊക്കെ. സോ പുറം ലോകത്ത് ആതിര ജീവിക്കുമ്പോൾ സൈബർ ബുള്ളിങ് അതേസമയം കിട്ടുന്നതുകൊണ്ട് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നല്ല കൊട്ടും കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആതിര തിരിച്ചു വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ച വിയാന പോയായിരുന്നെങ്കിലും ആതിരയ്ക്ക് പറ്റിയ അതേ പ്രശ്നങ്ങളാണ് പുറത്ത് നേരിടാൻ പോകുന്നത്. വിയാന അല്ലെങ്കിലും എക്സ്പ്രസീവ് ആണ്. ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തോ ഒരു എക്സ്പ്രസീവ് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് VJ വിശാൽ കഴിഞ്ഞ സീസണിലും ചെയ്തത്. ദർശികയ്ക്ക് എന്നിട്ട് ഇഷ്ടം തോന്നിയിട്ട് എന്തോ ലോക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, അതും അമ്മേൻ്റെ. എന്നിട്ട് തിരിച്ച് അവസാനം വരുമ്പം അത് തിരിച്ച് മേടിക്കുന്നതുമുണ്ട്. സോ ഇതേ പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ FJ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സോ FJ ആതിര വിയാന യുദ്ധം ഇനി എത്ര കാലം പോകുമെന്ന് ഇനി കണ്ടറിയാം. ഇപ്പം അടുത്തൊരു യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഭാര്യ ഭർത്താവ്, അതിൻ്റെ മിഡിൽ മാൻ കളിക്കുന്ന ദിവ്യ തമ്മിലാണ്. ഭാര്യ ഭർത്താവ് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ, പ്രജനും സാന്ദ്രയും തമ്മിലാണ്. ഇത് കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങിയതാണ്. ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീക്കെൻഡാണ്. വിജയ് സേതുപതി സാർ ഒരു ടാസ്ക് വെക്കുന്നുണ്ട്, നീട്ടിപ്പ് തുണ്ടിപ്പ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം പ്രജൻ സാന്ദ്രൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട് തുണ്ടിപ്പ് എന്നും പറഞ്ഞുകൊണ്ട്. അത് ഗെയിമിലാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ സാന്ദ്രയ്ക്ക് അപ്പം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതേ ഡയലോഗ് ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പം കളിയാക്കുന്ന രീതിയിൽ ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് സാന്ദ്രയ്ക്ക് ഇളകിയിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്ന് എവിഡൻ്റ് ആയിട്ട് കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പിന്നെ കൂടാതെ സാന്ദ്രൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടന്ന മാസമാണ് ഈ ഡിസംബർ. അതായത് ജനുവരി ആദ്യത്തോടെ എങ്ങാണ്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ സങ്കടവും, പൈസയൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ സങ്കടവും, പിന്നെ മക്കളെ കാണാത്തതിൻ്റെ സങ്കടവും, പിന്നെ പ്രജൻ ഇങ്ങനെ വിട്ടു നിൽക്കുകയാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാം കൂടെ ആയിട്ട് അങ്ങ് പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കരയുന്നുണ്ടായിരുന്നു സാന്ദ്ര ബിഗ് ബോസിൻ്റെ മുന്നിൽ. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോ ഇപ്പോഴും സാന്ദ്ര പ്രജനോടായിക്കോട്ടെ ദിവ്യനോടായിക്കോട്ടെ അങ്ങനെ മിണ്ടുന്നില്ല. ഇനിയും പോകെ മിണ്ടുമായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ ത്രികോണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രജൻ്റെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ സാന്ദ്രേനെ സൂം ചെയ്തൊക്കെ കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീക്ക്ലി ടാസ്ക് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കോമഡി പരിപാടികളൊക്കെ നമ്മുടെ ശബരി ആയിക്കോട്ടെ നമ്മുടെ വിക്രം ആയിക്കോട്ടെ അവരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ചെയ്തത് കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം വീക്ക്ലി ടാസ്ക് വന്നു. വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് ജമീന്ദാരും നെക്ലസും എന്ന് പറയുന്ന ടാസ്ക്കാണ്. 2 ടീമായിട്ട് തിരിച്ചിട്ടായിരുന്നു ഈ ടാസ്ക് ഉണ്ടായിരുന്നത്. ഒന്ന് റെട്രോ സിനിമയും ഒന്ന് മോഡേൺ സിനിമയും, അങ്ങനെ 2 ടീമായിട്ട് തിരിച്ചിട്ടായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. ഇവർക്കൊരു നെക്ലേസ് കൊടുത്തിട്ടുണ്ട് 2 ടീമിനും ഓരോന്നായിട്ട്. ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ടീം തന്നെ കണ്ടിന്യൂ ചെയ്ത് വീക്കെൻഡ് വരെ വെക്കുകയാണെങ്കിൽ അവർക്ക് നോമിനേഷൻ ഫ്രീയും ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള പോക്കും, മറ്റേ ടീം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗെയിം കണ്ടക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് വിജയിക്കുന്നവർക്കും ഇതിനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒന്നല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ളൊരു ചാൻസും കൊടുക്കുന്നുണ്ട്. സോ ഇന്നത്തെ ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചത് സാന്ദ്രേൻ്റെ ടീമാണ്. അതായത് നമ്മുടെ മോഡേൺ സിനിമയാണ് വിജയിച്ചിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.